Good afternoon. Okay, so let's start. Then sound meter. Agna. 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 Okay. So the next we have to discuss the reading console input. So reading console input means read the data from the input. So in Java, there are three different ways for reading input from the user. Okay. So there are three different ways for reading input from the user. So we method already പഠിച്ചിട്ടുണ്ടായിരുന്നു. That is the scanner, right? Using the scanner class. Okay. So Java three different ways to read the data from input from the user. So the first one, using buffer reader class. So right, the first one, using buffered reader class. So this buffer reader class is used to read input from either keyword or file. Okay. So the buffer reader class is used to read input from either keyboard or file. Okay. So it's the read the character from character input string. So it's a read the character from character input string. So we have two first one, input stream reader class and file reader class. Okay. The first input stream reader class keyboard, I mean byte data read that is decoded into character. Okay. So input, it's read the bytes and decoded into the character set. Okay. The keyboard അല്ലെങ്കിൽ file data read that is in the bytes form data read so then character convert. So എങ്ങനെ keyboard data read using system.in. നമുക്കറിയാം input stream reader means
system.in use ക്യാരക്ടറിലേക്ക് കൺവേർട്ട് ചെയ്യാം. സോ അതിനാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഇൻപുട്ട് സ്ട്രീം റീഡർ ക്ലാസ് യൂസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ എന്ത് എഴുതണം, ബഫർ റീഡർ ക്ലാസ് യൂസ് ചെയ്യുന്നതിന് ഇതിന് മുന്നേ ഫസ്റ്റ് യു ഹാവ് ടു റൈറ്റ് ദി ഇൻപുട്ട് കീബോർഡിൽ നിന്ന് ഒരു ഡാറ്റ റീഡ് ചെയ്യുന്നു, അതിനെന്താ ക്യാരക്ടറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. സോ അതെവിടെ പോയിന്റ് ചെയ്തിട്ടുണ്ടാവും, ഈ ISRൽ പോയിന്റ് ചെയ്തിട്ടുണ്ടാവും. ദെൻ അതായത് ഡാറ്റനെ എന്ത് ചെയ്യും, ബഫർ ചെയ്യും, കൺവേർട്ട് ചെയ്തു ഡാറ്റനെ ബഫർ ചെയ്യും. ഓക്കെ, ഇത് സ്റ്റോർ ചെയ്യും. ദെൻ ഈ സ്റ്റോർ ചെയ്ത ഡാറ്റനെ റീഡ് ചെയ്യണം യൂസിങ് ബഫർ റീഡർ. സോ ഇത് ബഫർ ചെയ്യുന്നു, ഡാറ്റനെ ബഫർ ചെയ്യുന്നു. ദെൻ ബഫർ റീഡർ ക്ലാസ് യൂസ് ചെയ്തിട്ട് റീഡ് ചെയ്യാണ്. നിങ്ങൾ വേണ്ടത് ഫസ്റ്റ് രണ്ട് സ്റ്റേറ്റ്മെന്റ് എഴുതാം. ഫസ്റ്റ് എന്ത് ചെയ്യണം, ഇൻപുട്ട് സ്ട്രീം റീഡർ ISR അതിൻ്റെ ഒരു ഒബ്ജക്റ്റ് നെയിം ഈക്വൽ ടു ന്യൂ ഇൻപുട്ട് സ്ട്രീം റീഡർ system.in. Then write buffer reader അതിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഈക്വൽ ടു ന്യൂ ബഫർ റീഡർ ഓഫ് ഈ ഒബ്ജക്റ്റിനെ ഇവിടെ പാസ് ചെയ്യാം ISR. ഓക്കെ, സോ നമ്മൾ കീബോർഡിൽ നിന്നാണ് ഡാറ്റ റീഡ് ചെയ്യുന്നത്. സപ്പോസ് ഇനി ഫയലിൽ നിന്നാണ് ഡാറ്റ റീഡ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്ത് യൂസ് ചെയ്യും, ഫയൽ റീഡർ ക്ലാസ് യൂസ് ചെയ്യും. So the file reader class is used to read data from files. The file reader class is used to read the data from files. Okay. So syntax ഇങ്ങനെയാണ്. ഫയലിൽ നിന്നാണ് ഡാറ്റ റീഡ് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യണം, ഫയൽ റീഡർ എന്ന് പറയുന്ന ക്ലാസ് യൂസ് ചെയ്യും. ഡാറ്റ ഒബ്ജക്റ്റ് equal to new file reader. So ഇവിടെ എന്ത് ചെയ്യും, ഒരു ഫയലിന്റെ നെയിം റൈറ്റ് ചെയ്യും. ഓക്കെ, abc.txt. ഓക്കെ, അപ്പോൾ ഫയലിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്തു, എവിടെ പോയിന്റ് ചെയ്തു, ദിസ് ഒബ്ജക്റ്റിലേക്ക് പോയിന്റ് ചെയ്തു. പിന്നെ ബഫർ റീഡർ യൂസ് ചെയ്തിട്ട് ആ ഡാറ്റ റീഡ് ചെയ്യും. ബഫർ റീഡർ ക്ലാസ്സിൽ റൈറ്റ് ചെയ്യാം. ബഫർ റീഡർ അതിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഈക്വൽ ടു ന്യൂ ബഫർ. ഓക്കെ, സോ ഡാറ്റ ഇവിടെ എന്ത് ചെയ്യുന്നു, ബഫർ റീഡർ ക്ലാസ് യൂസ് ചെയ്തിട്ട് റീഡ് ചെയ്യുന്നത്. ഈ ബഫർ റീഡർ ക്ലാസ്സിൽ ദർ ആർ 2 മെത്തേഡ്സ് ടു റീഡ് ദ ക്യാരക്ടർ. ആക്ച്വലി ഈ ഒരു ബഫർ റീഡർ ക്ലാസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്യാരക്ടർ മാത്രമേ റീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 2 മെത്തേഡ്സ് ഉണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് എ റീഡ് മെത്തേഡ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് എ റീഡ് ലൈൻ മെത്തേഡ്. സോ ദിസ് റീഡ്സ് ദി സിംഗിൾ ക്യാരക്ടർ. സിംഗിൾ ക്യാരക്ടർ ആയിട്ട് റീഡ് ചെയ്യാൻ വേണ്ടി റീഡ് മെത്തേഡ് യൂസ് ചെയ്യുന്നു. And read line method is used to read multiple character. Read line method is used to read multiple character. Just a program നോക്കാം. ഈ ബഫർ റീഡർ ആയാലും ഇൻപുട്ട് സ്ട്രീം റീഡർ ആയാലും എവിടെ സ്റ്റോർ ചെയ്യുന്നത്, java.io എന്ന് പറയുന്ന പാക്കേജിലാണ് സ്റ്റോർ ചെയ്യുന്നത്. സോ ക്ലാസ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് യു ഹാവ് ടു ഇമ്പോർട്ട് the package അല്ലെ, import java.io.star. okay, then ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്യാം. then next is main method. okay, so ഇതൊരു എക്സെപ്ഷൻ ഒക്കെ ചെയ്യാൻ ചാൻസ് ഉണ്ട്, എന്ത് ചെയ്താൽ throws exception. then ബഫർ റീഡർ യൂസ് ചെയ്തിട്ടാണ് ഡാറ്റ റീഡ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ 2 സ്റ്റേറ്റ്മെന്റ് റൈറ്റ് ചെയ്യാം. ഫസ്റ്റ് എന്ത് ചെയ്യണം, ഇൻപുട്ട് സ്ട്രീം റീഡർ ഒരു ഒബ്ജക്റ്റ് നെയിം ഈക്വൽ ടു new input stream reader the system.in. okay, എന്ത് ചെയ്യും, കീബോർഡിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്ത് എവിടെ പോയിന്റ് ചെയ്യുന്നു, ഇവിടെ. അതായത് ഡാറ്റയുടെ ബൈറ്റ് ഫോം ആയിരിക്കും, ഇതിന്റെ ക്യാരക്ടറിലേക്ക് കൺവേർട്ട് ചെയ്ത് എവിടെ പോയിന്റ് ചെയ്തു, ഒരു ഒബ്ജക്റ്റ് പോയിന്റ് ചെയ്തു. നെക്സ്റ്റ് അതായത് ബഫർ ചെയ്തു. ഓക്കെ, ബഫർ റീഡർ യൂസ് ചെയ്തിട്ടുണ്ട് ആ ഡാറ്റനെ റീഡ് ചെയ്യണം. നെക്സ്റ്റ് എന്ത് ചെയ്യണം, ബഫർ റീഡർ എന്ന് പറഞ്ഞ ക്ലാസ്സിനെ ഡിഫൈൻ ചെയ്യാം. ബഫർ റീഡർ that object equal to new buffer reader of ഇതിന്റെ ഒബ്ജക്റ്റ് നെയിം ആണ്. ഓക്കെ, ഞാൻ നെക്സ്റ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. അതായത് ജസ്റ്റ് ഒരു system.out.println ആൻഡ് യുവർ നെയിം കൊടുക്കുക. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും, കീബോർഡിൽ നിന്ന് ഫോർ എക്സാമ്പിൾ
യുവർ നെയിം എന്ന് പറയുന്നത് ABC കീബോർഡിൽ നിന്ന് റീഡ് ചെയ്തു. ഓക്കെ, ഇനി ഇതിന് എവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും? ആ ബഫറിൽ ഡാറ്റ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഇത് എവിടുന്ന് റീഡ് ചെയ്യണ്ടേ? അപ്പോൾ ബഫർ റീഡറിൽ ഒരു മെത്തേഡ് ആണ് എന്ത്? റീഡ് ലൈൻ മെത്തേഡ്. ഓക്കെ, ഇപ്പൊ എന്ത് ചെയ്യാം? ഡയറക്റ്റ് ഈ ഒരു മെത്തേഡിനെ ആക്സസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇതിന്റെ ഒബ്ജക്റ്റ് എന്താ? BR, റൈറ്റ്? സോ BR ഡോട്ട് റീഡ് ലൈൻ ഓഫ് ഡാറ്റ റീഡ് ചെയ്തു. ഇതിനെ എവിടെ സ്റ്റോർ ചെയ്യണം? ഒരു വേരിയബിൾ നെയിം വിച്ച് ഇസ് എ സ്ട്രിംഗ്. ഇനി എന്ത് പ്രിന്റ് ചെയ്യാം? സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് നെയിം പ്രിന്റ് ചെയ്യാം. അപ്പൊ ഔട്ട് ഓക്കെ, നിങ്ങൾ ഫോർ എക്സാമ്പിൾ നെയിം എൻ്റർ ചെയ്തു ABC, ദെൻ ഔട്ട് എന്ത് വരും? വെൽക്കം ABC. ഓക്കെ ആണോ? Is it clear? ഓക്കെ ആണോ? ബഫർ റീഡർ ക്ലാസ് യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? ഇൻപുട്ട് സ്ട്രീം റീഡർ ക്ലാസ് യൂസ് ചെയ്യാം. ഓക്കെ, സോ ഒരു പ്രോഗ്രാം എഴുതിക്കോ. റൈറ്റ് എ ജാവ പ്രോഗ്രാം ടു റീഡ് യുവർ നെയിം ആൻഡ് ക്ലാസ്. Write a Java program to read your name and class using buffer reader and print the result. പെട്ടെന്ന് ട്രൈ ചെയ്തേ. ഫസ്റ്റ് എന്ത് വേണം? ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക, നെയിം മെത്തേഡ്, ദെൻ ഇൻപുട്ട് സ്ട്രീം റീഡർ ക്ലാസ് റൈറ്റ് ചെയ്യുക, ദെൻ ബഫർ റീഡർ റൈറ്റ് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ നെയിം റീഡ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം? ബഫർ റീഡറിന്റെ ഒബ്ജക്റ്റ് ഡോട്ട് റീഡ് ലൈൻ, നെയിം റീഡ് ചെയ്ത ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുക. അതുപോലെ തന്നെ എന്താ നെക്സ്റ്റ് എന്ത് റീഡ് ചെയ്യണം? ക്ലാസ് റീഡ് ചെയ്യണം. അപ്പൊ അഗെയിൻ എന്താ? BR ഡോട്ട്, അതായത് ബഫർ റീഡറിന്റെ ഒബ്ജക്റ്റ് BR ആണെങ്കിൽ BR ഡോട്ട് റീഡ് ലൈൻ ഓഫ് ഡാറ്റ റീഡ് ചെയ്തു വേറൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യും. ഒന്ന് ട്രൈ ചെയ്തേ, കംപ്ലീറ്റ് ചെയ്തോന്ന് പറയാം. കംപ്ലീറ്റ് ചെയ്തോ? ടൈഫൽ, ശ്രീരിജ്, ഷാനിൽ, ഫാത്തിമ, അശ്വിൻ, ഒന്ന് റിപ്ലൈ തന്നെ. അനുരാഗ്, ആകർഷ്, അക്ഷര, സോ ഫസ്റ്റ് നിങ്ങൾക്ക് എന്ത് വേണം? ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്യാം.
class ABC, or class name. The next one is public static void main. Okay, ഇനി എന്താ വേണ്ടത്? ഡാറ്റ റീഡ് ചെയ്യണം അല്ലേ? ഫസ്റ്റ് എന്ത് ചെയ്യണം? ഇൻപുട്ട് സ്ട്രീം റീഡർ യൂസ് ചെയ്യാം അല്ലേ? ഇൻപുട്ട് ജസ്റ്റ് ഞാൻ ഇവിടെ എഴുതാണ്. ഇൻപുട്ട് സ്ട്രീം reader name, that means s equal to new input stream reader then system dot in. Okay, the next എന്ത് ചെയ്യണം? buffered reader class write ചെയ്യാം അല്ലേ? buffered reader we are equal to the new buffered reader of s. Okay, ഇനി നെക്സ്റ്റ് ഒരു പ്രിന്റിംഗ് സ്റ്റേറ്റ്മെന്റ് എടുക്കുക. സിസ്റ്റം ഡോട്ട് ഔട്ട് ഓർ പ്രിന്റ്ലൻ enter your name. Okay, നിങ്ങൾ നെയിം എൻ്റർ ചെയ്യുക. അപ്പോൾ റീഡ് ചെയ്യാൻ എന്താ യൂസ് ചെയ്യുക? br ഡോട്ട് അല്ലേ? br ഡോട്ട് ഒബ്ജക്റ്റ് br ആയതുകൊണ്ട് br ഡോട്ട് റീഡ് ലൈൻ. ഓക്കെ, റീഡ് ചെയ്ത നെയിം ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുക. ദാറ്റ് ഈസ് ദ സ്ട്രിംഗ് ആണ്. അപ്പോൾ സ്ട്രിംഗ് s1. Okay, so the next you have to read your class, right? So this is I'm writing the printing statement system.out.println enter your class. Okay, ini read ചെയ്യണം അല്ലേ? br dot read line then string ആണ്, അത് വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുക. that means the string s2. okay, അപ്പോൾ s1 സ്റ്റോർ ചെയ്തു, അതുപോലെ തന്നെ എന്താ ക്ലാസ് s2 സ്റ്റോർ ചെയ്തു. ഞാൻ പ്രിന്റ് ചെയ്യുക system.out.println s1 then system.out.println s2. എങ്ങനെയായിരിക്കും ഔട്ട്? ഫസ്റ്റ് എന്ത് റൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് എന്ത് വരും? enter your name. for example നെയിം എൻ്റർ ചെയ്തു ആകാശ്. then ഇനി എന്ത് വരും? enter your class. സോ നിങ്ങൾ എന്ത് ചെയ്യുന്നു? s3 csc. സോ ഔട്ട് എന്ത് വരും? ആകാശ് s3 csc. ഇതൊക്കെ ആണോ? is this clear? ഓക്കെ ആണോ പ്രോഗ്രാം? പ്ലീസ് റിപ്ലൈ. എല്ലാവരും ഒന്ന് റിപ്ലൈ ചെയ്തേ. ഓക്കെ ആണോ? ഓക്കെ, പെട്ടെന്ന് ഈ പ്രോഗ്രാം ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. കംപ്ലീറ്റ് ചെയ്തോ? പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തോ? സോ write the next question. Write a Java program to read a number using buffered reader, then display the number.
ഒന്ന് പെട്ടെന്ന് ട്രൈ ചെയ്തേ. എന്താ ക്വസ്റ്റ്യൻ? ഒരു നമ്പർ റീഡ് ചെയ്യുക, ദെൻ ഇതിനെ ഡിസ്പ്ലേ ചെയ്യുക യൂസിങ് ബഫേർഡ് റീഡർ. അപ്പോൾ ഫസ്റ്റ് എന്ത് വേണം? നമുക്ക് ജസ്റ്റ് ട്രൈ ചെയ്യാം. ക്ലാസ് അല്ലേ, ക്ലാസ് ABC, ഒരു ക്ലാസ് നെയിം, ദെൻ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ string args. ഓക്കെ, നെക്സ്റ്റ് എന്താ വേണ്ടത്? ഇൻപുട്ട് സ്ട്രീം റീഡർ, റൈറ്റ്? ഇൻപുട്ട് സ്ട്രീം റീഡർ, ഒരു ഒബ്ജക്ട് നെയിം ഈക്വൽ ടു ന്യൂ ഇൻപുട്ട് സ്ട്രീം റീഡർ. കംപ്ലീറ്റ് എഴുതുക, ദെൻ സിസ്റ്റം ഡോട്ട് ഇൻ. ഓക്കെ, ദെൻ ബഫേർഡ് റീഡർ, റൈറ്റ്? Buffered reader BR equal to new buffered reader of R. Okay, so just ഒരു printing statement, system.out.println, enter the number. സോ നിങ്ങൾക്കറിയാം, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ബഫേർഡ് റീഡർ യൂസ് ചെയ്യുന്നത് യു ഹാവ് ടു ഓൺലി റീഡ് ദ ക്യാരക്ടർ. സോ ക്യാരക്ടർ ആയിരിക്കും, റീഡ് ചെയ്യുന്ന ഡാറ്റ എന്തായിരിക്കും? ക്യാരക്ടർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? ഞാൻ ജസ്റ്റ് ഡാറ്റ BR ഡോട്ട് റീഡ്, ഒരു സിംഗിൾ നമ്പർ ആണ്, അപ്പോൾ ഞാൻ എന്തെങ്കിലും ജസ്റ്റ് ഒരു റീഡ് മാത്രമേ യൂസ് ചെയ്യാണ്, BR ഡോട്ട് റീഡ് അല്ലെങ്കിൽ BR ഡോട്ട് റീഡ് ലൈൻ. ഈ കിട്ടുന്ന ഡാറ്റ, ഈ BR ഡോട്ട് റീഡ് എന്ന് പറയുന്ന ഡാറ്റ എന്തായിരിക്കും? ക്യാരക്ടർ ആയിരിക്കും. ഓക്കെ, സോ നിങ്ങൾക്ക് എന്താ ഇൻഡിജറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ 2 ആണ് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് റീഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? ക്യാരക്ടർ ആയിരിക്കും. സോ യു ഹാവ് ടു കൺവേർട്ട് ദിസ് ക്യാരക്ടർ ഇൻ ടു ദ ഇൻഡിജർ. സോ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യും? ഇത് മെത്തേഡാ പാർസ് ഇൻഡ് എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്യും. പാർസ് ഇൻഡ് ഓഫ് എന്താ? BR ഡോട്ട് റീഡ് ലൈൻ. ഓക്കെ, ഈ പാസ് ഇൻ എന്ന് പറഞ്ഞ മെത്തേഡ് എവിടെയാണ് ഉള്ളത്? ഇൻഡിജർ എന്ന് പറഞ്ഞ ക്ലാസ്സിന്. ഓക്കെ, ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, ഇൻഡിജർ ഡോട്ട് പാസ് ഇൻഡ് ഓഫ് എന്താ ഇൻഡിജറിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്? റീഡ് ചെയ്ത ഡാറ്റ BR ഡോട്ട് റീഡ് അല്ലെങ്കിൽ BR ഡോട്ട് റീഡ് ലൈൻ. ഓക്കെ, കൺവേർട്ട് ചെയ്തു, ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു, ഇൻഡ് n. ഓക്കെ, ദെൻ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ n പ്രിന്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ സെയിം ആണ്. ഫസ്റ്റ് നിങ്ങൾ ഇൻപുട്ട് സ്ട്രീം റീഡർ യൂസ് ചെയ്യുക, ബഫേർഡ് റീഡർ ക്ലാസ് ഡിഫൈൻ ചെയ്യുക, ദെൻ റീഡ് ചെയ്യുന്ന ഡാറ്റ BR ഡോട്ട് റീഡ് ലൈൻ യൂസ് ചെയ്തിട്ട് റീഡ് ചെയ്യുന്ന ഡാറ്റ എന്താ? ക്യാരക്ടർ ആയിരിക്കും. സോ നിങ്ങൾക്ക് എന്താണ്? യു ഹാവ് ടു കൺവേർട്ട് ഇൻ ടു ദ ഇൻഡിജർ. എങ്ങനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്? യൂസിങ് ദ പാസ് ഇൻ മെത്തേഡ് ഓഫ് ദി ഇൻഡിജർ ക്ലാസ്. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് ഇൻഡിജർ ഡോട്ട് പാസ് ഇൻ ഓഫ് എന്ത് ചെയ്താൽ? BR ഡോട്ട് റീഡ് ലൈൻ. ദെൻ കിട്ടിയ ഡാറ്റ എവിടെ? ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുക, ദെൻ പ്രിന്റ് ചെയ്യുക, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ n. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ, നിങ്ങളൊരു ഫസ്റ്റ് നമ്പർ മാത്രമേ റീഡ് ചെയ്തിട്ടുള്ളൂ. ഈ 2 നമ്പർ റീഡ് ചെയ്യണം. സെയിം പ്രോഗ്രാമിൽ 2 നമ്പർ റീഡ് ചെയ്യണം, അത് ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ എങ്ങനെയായിരിക്കും ചേഞ്ചസ്? സെയിം, അതായത് ആഫ്റ്റർ ദിസ് another നമ്പർ റീഡ് ചെയ്യുക, BR ഡോട്ട് റീഡ് ലൈൻ. ഓക്കെ, അതിനെന്താ? ഇൻഡിജറിലേക്ക് കൺവേർട്ട് ചെയ്യുക, ഇൻഡിജർ ഡോട്ട് പാസ് ഇൻഡ് ഓഫ്, ദെൻ എന്ത് ചെയ്യും? ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുക, ഇൻഡ് A, ദെൻ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ A പ്രിന്റ് ചെയ്യുക. ഓക്കെ ആണോ? നിങ്ങൾക്ക് പ്രോഗ്രാം റൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റീഡിങ്ങിന് വേണ്ടിയിട്ട് ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം.
സപ്പോസ് ഞാനിവിടെ ഈ ഇൻപുട്ട് സ്ട്രീം റീഡർ ആൻഡ് ബഫർ റീഡർ രണ്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് റൈറ്റ് ചെയ്തത്. എനിക്ക് വേണമെങ്കിൽ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് റൈറ്റ് ചെയ്യാം. എങ്ങനെയാ? ബഫർ റീഡർ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ബഫർ റീഡർ അതിന്റെ ഒരു ഒബ്ജക്റ്റ് ഈക്വൽ ടു ന്യൂ ബഫർ റീഡർ ഓഫ് എന്ത് ചെയ്താ ഇൻപുട്ട് സ്ട്രീം റീഡറിന്റെ ഒബ്ജക്റ്റ് ഓഫ് സിസ്റ്റം ഡോട്ട് ഇൻ. ഓക്കെ, നിങ്ങൾക്കറിയാം ഈ ബഫർ റീഡറിന്റെ ക്ലാസ് നമ്മൾ എന്താ പാസ് ചെയ്യുന്നത്? ഇൻപുട്ട് സ്ട്രീം റീഡറിന്റെ ഒബ്ജക്റ്റ് ആണ് പാസ് ചെയ്യുന്നത്, റൈറ്റ്? അത് തന്നെയാണ് ഇവിടെ എഴുതിയത്. ബഫർ റീഡർ ഈക്വൽ ടു ന്യൂ ബഫർ റീഡർ ഓഫ്. ഇപ്പൊ ന്യൂ ഇൻപുട്ട് സ്ട്രീം റീഡർ എന്ന് പറയുമ്പോൾ എന്താ? അതിന്റെ ഒബ്ജക്റ്റ് അല്ലെ? ന്യൂ ഒരു ക്ലാസ് നെയിം വരുമ്പോൾ ഒരു ഒബ്ജക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുക, ഒബ്ജക്റ്റ് ഓഫ് സിസ്റ്റം ഡോട്ട് ഇൻ. രണ്ട് ലൈനിൽ എഴുതുന്നതിന് പകരം നിങ്ങൾക്ക് എന്താ ഒരു ലൈനിൽ എഴുതാം. ഓക്കെ, ഓക്കെ. നെക്സ്റ്റ്, ഇപ്പൊ നിങ്ങൾ ഇതുവരെ പഠിച്ചത് എന്താ? ഒരു കീബോർഡിൽ നിന്ന് എങ്ങനെ ഡാറ്റ റീഡ് ചെയ്തു. ഇനി സെയിം എന്താ ഒരു ഫയലിൽ നിന്ന് എങ്ങനെ ഡാറ്റ റീഡ് ചെയ്യാം? Then public static void main. Okay, then എന്താ? ഫയൽ റീഡർ അതിനൊരു ഒബ്ജക്റ്റ് ഈക്വൽ ടു ന്യൂ ഫയൽ റീഡർ ഫയൽ നെയിം, ഒരു ഫയൽ നെയിം കൊടുക്കാം. ഓക്കെ, ഇനി എന്ത് യൂസ് ചെയ്യാം? ബഫർ റീഡർ br equal to new buffer reader then object. Okay, അപ്പോൾ ഫയലിന് ഡാറ്റ റീഡ് ചെയ്തു. എങ്ങനെ റീഡ് ചെയ്യാം? ജസ്റ്റ് br dot read line then ഒരു സ്ട്രിംഗ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുക, സ്ട്രിംഗ് നെയിം. ഓക്കെ, ഇനി എന്താ? സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്എൽഎൻ നെയിം കൊടുത്താൽ മതി. ഓക്കെ, ഇവിടുന്ന് ഡാറ്റ ഫസ്റ്റ് എന്താ? ഇതാണ് ഫയൽ അല്ലെ? ഫയലിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യും. ഫയൽ റീഡർ ക്ലാസ് യൂസ് ചെയ്തിട്ട് ഡാറ്റ റീഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി എന്താണ്? ബഫർ റീഡർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ബഫർ റീഡർ അതിന്റെ പാരാമീറ്റർ ആയിട്ട് എന്താ? ഫയൽ റീഡറിന്റെ ഒബ്ജക്റ്റ് പാസ് ചെയ്യാണ്. ഇതിന് എന്ത് ചെയ്യുന്നു? റീഡ് ലൈൻ എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഡാറ്റ റീഡ് ചെയ്യണം. ഇത് ഓക്കെ ആണോ? Is this clear? നമ്മൾ ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഈ ഒരു മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക് ഫയലാണ്. അപ്പോൾ ഫയൽ പഠിക്കുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിന്റെ പ്രോഗ്രാംസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾ ജസ്റ്റ് ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക. ബഫർ റീഡറിന്റെ ഡാറ്റ റീഡ് ചെയ്യുന്നെങ്കിൽ ഫയൽ റീഡർ യൂസ് ചെയ്യാം. ഓക്കെ, ഒരു ഹോംവർക്ക് എഴുതിക്കോ. റൈറ്റ് എ ജാവ പ്രോഗ്രാം to read two numbers using buffer reader then number ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇതുവരെ എല്ലാവർക്കും ഓക്കെ അല്ലേ? റിപ്ലൈ തന്ന എല്ലാവരും.